ഇപ്പോൾ ഷിഗല്ല രോഗബാധ ഉണ്ടാവുമ്പോൾ നമ്മൾ എത്ര കണ്ട് ഇക്വിപ്ഡ് ആണ് എന്ന ചോദ്യം അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് പൊതുജനങ്ങൾ എത്ര കണ്ട് ജാഗ്രത പാലിക്കണം, പൊതുവായി ഇതിനുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ എങ്ങനെയാണ് ഈ കാലഘട്ടത്തെ നേരിടേണ്ടത് ഡോക്ടർ? തീർച്ചയായിട്ടും ഇപ്പം മഴക്കാലം തുടങ്ങിയ നേരം തൊട്ട് നമ്മൾ പീരിയോഡിക്കായിട്ടും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ അലേർട്ട്സും വാർണിംഗ്സും അവയർനെസ് പ്രോഗ്രാംസും ടി വിയിലും മാധ്യമങ്ങൾ വഴി ചെയ്യുന്നുണ്ട്. കാരണം മഴക്കാലം വരുമ്പോഴേക്കും പലതരം അസുഖങ്ങളും സ്ഥിരമായിട്ടുള്ളവ കുറച്ച് കൂടി വരാൻ സാധ്യതയുണ്ട്. ആ കൂട്ടത്തിൽ ഒരെണ്ണം ഇപ്പം ഇന്ന് പ്രസക്തിയുള്ളത് ഇന്ന് ഷിഗല്ല അണുബാധയാണ്. ഇപ്പോൾ ഷിഗല്ല അണുബാധ എന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയയാണ്. ഷിഗല്ല എന്ന് വെച്ചാൽ ഒരു ബാക്ടീരിയയുടെ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിനെ കൊണ്ടുള്ള അണുബാധേനെയാണ് ഷിഗല്ല രോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബോഡിക്കകത്ത് കയറുന്നത് ആഹാരത്തിൽ കൂടെയും ആഹാരം മലത്തിന്റെ കൊണ്ട് എന്തെങ്കിലും വിധത്തിൽ കണ്ടാമിനേറ്റ് ചെയ്ത മാലിന്യമായ ആഹാര വസ്തുവിൽ നിന്നും തിളപ്പിക്കാത്ത വെള്ളം അതുവഴിയാണ് സാധാരണ വരുന്നത്. അതുപോലെ സുഖമില്ലാത്ത വ്യക്തികളെ കെയർ ചെയ്യുമ്പോൾ അവരുടെ ബോഡിയിൽ നിന്ന് പുറത്തു വരുന്ന ബാക്ടീരിയ നമ്മുടെ കയ്യിലൊക്കെ ആയി കഴിഞ്ഞാൽ അത് നമ്മുടെ വായ്ക്കകത്തൊക്കെ പോയി കഴിഞ്ഞാൽ ആ രീതിയിലും പകരും. അപ്പോൾ ഇത് കയറിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഇത് ഉണ്ടാക്കുന്നത് വയറിളക്കം എന്നുള്ളൊരു അസുഖമാണ്. അത് ഒരു 2 ദിവസം ഒക്കെ കഴിയും. സാധാരണ അണുബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ 2 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും ആണ് വയറിളക്കം തുടങ്ങുക. ഈ വയറിളക്കത്തിന് ചില പ്രത്യേകതയുണ്ട്. അതായത് യൂഷ്വലി അത് 1-2 തവണ കൊണ്ടോ ഒരു ദിവസം കൊണ്ടൊന്നും കുറയാതെ 3 ദിവസമോ അതിൽ കൂടുതൽ നീണ്ടു നിൽക്കാം. ഒന്ന്. രണ്ടാമത് പലപ്പോഴും ആ മലത്തിനകത്ത് ബ്ലഡ് കാണാം. അത് രണ്ടാമത്തെ ഒരു പ്രത്യേകതയാണ്. ബ്ലഡും പഴുപ്പ് പോലെ കഫം എന്ന് പറയുന്ന മെറ്റീരിയൽ കാണാം. മൂന്നാമത്തെ ഒന്ന്, ഇത് ബാധിച്ച വ്യക്തികൾക്ക് ഈ മല ഒരിക്കൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പോകാനില്ല. പക്ഷെ എന്നാലും പോണം വീണ്ടും ടോയ്ലറ്റിൽ പോകണം എന്നുള്ളൊരു ഫീലിംഗ്, വയറെന്തോ പെരുകിയിരിക്കുകയാണ്, ഗ്യാസ് നിറഞ്ഞിരിക്കുകയാണെന്നുള്ളൊരു ഫീലിംഗ്, ഒരു മുക്കലും ടോയ്ലറ്റിൽ ഇപ്പം തന്നെ പോകണം എന്നുള്ളൊരു ഫീലിംഗ് വരും. അത് മൂന്നാമത്തെ ഒരു പ്രത്യേകത. നാലാമത്തത്, ഈ അസുഖം പ്രത്യേകിച്ചും ഈ 5 വയസ്സും അതിന് താഴോട്ടുള്ള കുട്ടികളെ ബാധിക്കുന്നത് കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുട്ടികളെ മാത്രമല്ല, നമുക്കറിയാം ഇപ്പോൾ മഴക്കാല രോഗങ്ങൾ ഏതാണ് ശരി, പ്രായാധിക്യമുള്ള ആൾക്കാർ, പ്രതിരോധ ശക്തി കുറഞ്ഞ വ്യക്തികൾ, മറ്റ് നീണ്ടകാല രോഗങ്ങൾ കൊണ്ട് സഫർ ചെയ്യുന്ന ആൾക്കാർ, അവർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഈ വയറിളക്കം ഒരു 7 ദിവസം 8 ദിവസം വരെയൊക്കെ നീണ്ടു നിൽക്കാം. അപ്പോൾ ഇതിന് മരുന്ന് വേണം. ഈ ബാക്ടീരിയ കുടൽമാലയ്ക്കകത്ത് പെരുക മാത്രമല്ല, കുറച്ച് ടോക്സിൻസ് എന്ന് പറഞ്ഞ വിഷാംശങ്ങളും അതുണ്ടാക്കാം. അങ്ങനെ അത് തലച്ചോറിനെ ബാധിക്കാം, മയക്കമുണ്ടാക്കാം, ജന്നി ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടാകാം. പക്ഷേ നിർജ്ജലീകരണമാണ് ഏറ്റവും മുമ്പിൽ വരുന്ന പ്രശ്നവും ഏറ്റവും പ്രയാസം ഉണ്ടാക്കുന്നതും പലപ്പോഴും അപകട കാരണമാകുന്ന നിർജ്ജലീകരണം. നിർജ്ജലീകരണം എന്ന് വെച്ചാൽ ശരീരത്തിനകത്തുള്ള വെള്ളത്തിന്റെ ജലാംശത്തിന്റെ അളവ് കുറയുക എന്നുള്ളതാണ്. അത് ഗുരുതരമായി കുറയുമ്പോഴേക്കും ശരീരത്തിലെ എല്ലാ വ്യവസ്ഥകളും, സിസ്റ്റംസ്, കിഡ്നി ആയിക്കോട്ടെ, മറ്റ് BP ഉണ്ടാകുക, എല്ലാ സർക്കുലേറ്ററി സിസ്റ്റം, നമ്മുടെ ഉണർവുണ്ടാക്കുന്ന അലേർട്ട്നെസ്, ഇതെല്ലാം കുറഞ്ഞ് അതിൻ്റെ പ്രവർത്തനം കുറഞ്ഞു വരാം. അങ്ങനെ ഒരു വ്യക്തി അല്ലെ രോഗി അപകടത്തിലാകാം. അപ്പോൾ ഇതിനെപ്പറ്റി അറിയേണ്ട ചികിത്സ വളരെ ഈസി ആയിട്ട് ലഭ്യമാണ്. എല്ലാ ഹോസ്പിറ്റൽസിലും ഇതിനുള്ള മരുന്ന് സുലഭമാണ്. കറക്റ്റ് നേരത്തെ ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നൊരു അസുഖമാണ്. പക്ഷെ നേരത്തെ തന്നെ ചികിത്സ തുടങ്ങുന്നത് വളരെ വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ചികിത്സയെക്കാളും മുന്നിൽ കാണേണ്ടത് എന്താണ്? നമ്മൾ പ്രതിരോധമാണ്. എപ്പോഴും എല്ലാ രോഗത്തിനും അങ്ങനെയാണല്ലോ, പ്രതിരോധമാണ് നമുക്ക് ഏറ്റവും ഇഫക്റ്റീവ്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് പ്രതിരോധം നമ്മൾ കറക്റ്റായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ ഷിഗല്ല അണുബാധ കിട്ടാനുള്ള സാധ്യത കുറയും. എന്തൊക്കെയാണ് പ്രതിരോധത്തിന് ചെയ്യേണ്ടത്? ഒന്ന്, എപ്പോഴും നമ്മൾ ഫുഡ് സേഫ്റ്റി അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ സേഫ്റ്റി, നമ്മൾ കഴിക്കുന്ന വെള്ളമായിക്കോട്ടെ, പാനീയങ്ങളായിക്കോട്ടെ, ആഹാരമായിക്കോട്ടെ, ഇതിൻ്റെ സേഫ്റ്റി നമ്മൾ എപ്പോഴും പാലിക്കണം. സേഫ്റ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ആഹാരത്തിനകത്ത് ഈച്ചകൾ വന്നിരിക്കാൻ ഇടവരരുത്. അങ്ങനെ ഈച്ചകൾ വന്നിരിക്കുന്നു ഇപ്പോൾ ഈ നേരത്തൊക്കെ ഈ മരത്തിൻ്റെ അല്ലെങ്കിൽ ഓടയെന്നോ ഇവിടുന്ന് ഒരു മലത്തിൻ്റെ അംശമുള്ള ഒരു കണ്ടാമിനേഷൻ വന്നാൽ ഈച്ച വഴി നമ്മുടെ ആഹാരത്തിൽ വരാം. ഒന്ന്. രണ്ടാമത്തെ, വാട്ടർ സപ്ലൈ. ഇപ്പോൾ കിണറുകളൊക്കെ ചിലപ്പോൾ ഈ വെള്ളം മഴക്കാലമാണല്ലോ, അപ്പോൾ വാട്ടർ സപ്ലൈ കണ്ടാമിനേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈവൻ പൈപ്പിൽ വരുന്ന വെള്ളം പോലും, നമുക്ക് പല സ്ഥലത്തും പൈപ്പിൽ വെള്ളം കിട്ടുന്നു, എന്നാലും അതുപോലും തിളപ്പിച്ച് കുടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ വെള്ളം തിളപ്പിക്കുക, കിണറുകളെ കറക്റ്റായിട്ട് ക്ലോറിനേറ്റ് ചെയ്യുക, ടാങ്കുകൾ ഉണ്ടെങ്കിൽ ക്ലോറിനേറ്റ് ചെയ്യുക. നമ്മുടെ ലോക്കൽ ഹെൽത്ത് സെൻറ്റേഴ്സിലെ ജീവനക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനുള്ള ഗൈഡൻസ് ഒക്കെ തരും. അപ്പോൾ ക്ലോറിനേറ്റ് ചെയ്യുക. പിന്നെ പേഴ്സണലായിട്ട് വ്യക്തി ശുചിത്വം. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മളായിക്കോട്ടെ, കുട്ടികൾ പ്രത്യേകിച്ചും, നമ്മൾ കുട്ടികളെ ഈ കൈ കഴുകുന്ന ശീലം എപ്പോഴും ഇടയ്ക്കും മറിക്കും എല്ലാം കൈ കഴുകുക. ആഹാരത്തിന് മുമ്പ് എന്തായാലും സോപ്പും വെള്ളം വെച്ച് കൈ കഴുകണം. അതുപോലെ തന്നെ നമ്മൾ ഒരു വ്യക്തിയെ കെയർ ചെയ്യുന്ന ആൾക്കാർ കൈ കഴുകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോപ്പും വെള്ളം ഉപയോഗിച്ച് ഒരു 10-20 സെക്കൻഡെങ്കിലും മിനിമം കൈയിൻ്റെ എല്ലാ വശങ്ങളും കറക്റ്റായിട്ട് കൈയിൻ്റെ പുറവും അകവും വിരലിൻ്റെ ഇടയ്ക്കുള്ള ഭാഗവും തള്ളവിരലും എല്ലാം നല്ലോണം വൃത്തിയായി കഴുകുന്നൊരു നല്ല ശാസ്ത്രീയമായ രീതിയിലുള്ള കൈ കഴുകൽ കുഞ്ഞുങ്ങളെ വരെ ശീലിപ്പിക്കുക. ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ വെച്ച് തന്നെ സോപ്പും വാട്ടർ യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് വീട്ടിലായിക്കോട്ടെ, ഈവൻ പൊതുസ്ഥലങ്ങളായിക്കോട്ടെ, ഓഫീസുകളായിക്കോട്ടെ,
സ്കൂളുകളായിക്കോട്ടെ എല്ലാ സ്ഥലത്തും ഈ സോപ്പ് ആൻഡ് വാട്ടർ ടോയ്ലറ്റിൽ മോശം പോയി കഴിഞ്ഞ് കഴുകുമ്പോൾ അത് യൂസ് ചെയ്യുന്നത് നമ്മൾ ശീലിപ്പിക്കുന്നത് നല്ലൊരു ആരോഗ്യശീലമാണ്. അപ്പോൾ ഇത്രയും കാര്യം, പിന്നെ അതുപോലെ ഈ കുട്ടികളെ ഇപ്പോൾ വാഷ് ചെയ്ത് മോഷൻ പാസ് ചെയ്ത കുട്ടികളെ അവരെ നമ്മൾ അമ്മമാരൊക്കെ കഴുകി കൊടുക്കും. അപ്പോൾ അവരും ഇതുപോലെ ഈ സേഫ്റ്റി പാലിക്കണം. സുഖമില്ലാത്തൊരു വ്യക്തിയെ എങ്ങനെ ഹാൻഡിൽ ചെയ്താൽ അവരുടെ വസ്ത്രങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക, ഒന്നിച്ചിട്ട് അലക്കാതിരിക്കുക. അപ്പോൾ ആ രീതിയിൽ സുഖമില്ലാത്തൊരു ഒരു 7 ദിവസം വരെ ചികിത്സ വേണ്ടി വരും. വീട്ടിലാണെങ്കിൽ പോലും അങ്ങനെ രീതിയിൽ മാനേജ് ചെയ്യാം ചിലപ്പോൾ, കണ്ടീഷണൻസ് ഡോക്ടർ കണ്ടു കഴിഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ കെയർഫുള്ളായിട്ട് മാനേജ് ചെയ്യുക, ഒന്നും മിക്സ് ചെയ്യാതിരിക്കുക, അത് ഹാൻഡിൽ ചെയ്താൽ നമ്മൾ കൈ കഴുകുക. പിന്നെ അവസാനത്തൊരു വാക്ക് പറയാനുണ്ട്. ഇതൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ പലപ്പോഴും ആൾക്കാർ തൊട്ടടുത്ത കടയിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഒരു വയറിളക്കം 2 ദിവസത്തെ 2 ഗുളിക തരാമോ എന്ന് ചോദിക്കുന്നൊരു പതിവുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ എല്ലാവരും അതിനകത്ത് സഹകരിക്കണം. മെഡിക്കൽ സ്റ്റോർ ജീവനൊക്കെ സഹകരിക്കണം. കാരണം അവരറിയാതെ എടുത്തു കൊടുത്താൽ പോലും ഒരാൾക്ക് പ്രശ്നം ഉണ്ടാകാം. പൊതുജനങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ട്. ആൻറ്റിബയോട്ടിക്സ് അലക്ഷ്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വയറിളക്കം കൂടാമെന്ന് മാത്രമേ, റെസിസ്റ്റൻസ് വന്ന് ചിലപ്പോൾ അസുഖം ഗുരുതരമാകാം. പിന്നെ അതുപോലെ ഈ വയറിളക്കത്തിന് പല ആൾക്കാരും വന്ന് ചോദിക്കാറുണ്ട്, ഇപ്പം തന്നെ നിർത്തി കിട്ടാൻ വല്ല മരുന്നുണ്ടോ? അപ്പോൾ ചില മരുന്നുകളുണ്ട് വയറിളക്കത്തിന് ഇമീഡിയറ്റ് ആയി സ്റ്റോപ്പ് ചെയ്യുന്നത്, ലോപ്പറമൈഡ് എന്നൊക്കെ പറഞ്ഞാൽ. ആ വിധം മരുന്നുകൾ കഴിയുന്നത്ര ഡോക്ടർ സൂപ്പർവിഷൻ ഇല്ലാണ്ട് ഒരിക്കലും സ്വന്തമായിട്ട്, ചുരുക്കി പറഞ്ഞാൽ സ്വന്തമായിട്ട് സ്വയം ചികിത്സ ഒരിക്കലും ചെയ്യരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറോട് സംസാരിക്കുക. അത് നമ്മുടെ ടെലി ഹെൽപ്പ് ലൈൻ വഴി ചെയ്യാം. ദിശ എന്നുള്ള ആരോഗ്യവകുപ്പിൻ്റെ ഹെൽപ്പ് ലൈൻ ഉണ്ട്, 104 അല്ലെങ്കിൽ 1056 ഏത് സമയത്ത് വിളിച്ചാലും ആരോഗ്യവകുപ്പിൽ നിന്ന് വളരെ സഹായകരമായ, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗൈഡൻസ് പൊതുജനങ്ങൾക്ക് എപ്പോഴാണെങ്കിലും കിട്ടും. അപ്പോൾ ഈ വിധത്തിൽ ഒരു നല്ല പങ്കാളിത്തത്തോടുകൂടി ആരോഗ്യവകുപ്പിൻ്റെ കൂടെ ചേർന്ന് ഗൈഡ് ലൈൻസും അറിയിപ്പുകളൊക്കെ പാലിച്ച് ആ രീതിയിൽ നമുക്ക് ഈ അസുഖത്തിനെ പൊതുജന സ്കെയിലിൽ നമുക്ക് തടയാനും പ്രതിരോധിക്കാനും അപകടങ്ങൾ കുറയ്ക്കാനും സാധിക്കും. ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ച ഈ കാരണങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവായി എല്ലായിടങ്ങളിലും ഓരോ രീതിയിലാണ്. പക്ഷേ നമുക്കിപ്പം ഈ വയനാട് പോലെയുള്ള ജില്ലകളിലാണ് കൂടുതലായി ഈ രോഗലക്ഷണങ്ങൾ, 2 പോസിറ്റീവ് കേസുകളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ജില്ലയുടെ പ്രത്യേകത, ഈ പിന്നോക്ക ജില്ലകൾക്കൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കണമോ? നമ്മൾ ആ രീതിയിലൊരു ജാഗ്രത വരേണ്ടതുണ്ടോ? എന്തുകൊണ്ടാവാം വയനാട് കൂടുതൽ കേസുകൾ? അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യമുണ്ടോ ഡോക്ടർ? നമ്മൾ വിശദമായി പഠിക്കുന്ന ഒരു സാധനമാണ്. എപ്പിഡെമിയോളജിസ്റ്റുകൾ അതിനെ പറ്റിയുള്ള കാരണങ്ങൾ ഉണ്ടോ എന്നുള്ളത് വിശദമായി പഠിച്ച് അതിന് ലോക്കൽ കാരണങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് എപ്പോഴും ഐഡന്റിഫൈ ചെയ്ത് നോക്കും. പിന്നെ അവിടെ ആയിട്ട് എന്തെങ്കിലും, പലപ്പോഴും കുടിവെള്ളം തന്നെയാണ്, കുടിവെള്ളമോ അല്ലെങ്കിൽ ആഹാരത്തിൻ്റെ മലിനമോ അല്ലെങ്കിൽ സാനിറ്റേഷൻ ഫെസിലിറ്റീസ് ഇല്ലാത്തതോ അല്ലെങ്കിൽ പ്രോപ്പറായി യൂസ് ചെയ്യാത്തതോ അല്ലെങ്കിൽ ഈ സോപ്പ് ആൻഡ് വാട്ടർ വാഷിനെ പറ്റിയിട്ട് അറിവില്ലാത്ത ഇരിക്കുക, അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അവബോധം വന്നില്ല, അതിൽ വലിയ കാര്യമൊന്നും ഇല്ല എന്ന് വിചാരിച്ച് തള്ളിക്കളയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അണുക്കൾക്ക് അങ്ങനെ ഒരു ഡിസ്ട്രിക്ട് ബോർഡറോ ഒരു പ്രദേശമൊന്നും പൊതുവേ ഇല്ല. എവിടെ വേണമെങ്കിലും ഒരു ഔട്ട് ബ്രേക്ക് വന്നാൽ ഔട്ട് ബ്രേക്ക് എന്നാണ് വിളിക്കുക പുതിയ കേസുകൾ കുറയണം വരുന്നതിന്. അപ്പോൾ അത് എവിടെ വേണമെങ്കിലും ഉണ്ടാകാം. നമ്മൾ കുറച്ച് സേഫ്റ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഇതൊക്കെ ഉണ്ടാകാം. ഡോക്ടർ, ഒരു കാര്യം കൂടി, നമുക്കറിയാം നമ്മൾക്ക് നിരവധി അനുഭവങ്ങളുണ്ട്, പല രോഗങ്ങളെയും ചേർത്ത് നിന്ന അനുഭവമുണ്ട്. നമ്മുടെ പൊതുജന സംവിധാനം എത്ര കണ്ട് സജ്ജമാണ് ഈ വിഷയം നേരിടാനും? പ്രത്യേകിച്ച് കേസുകൾ ഡിറ്റക്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണല്ലോ ഏറ്റവും പ്രത്യേകത. ഇപ്പോൾ തന്നെ രോഗലക്ഷണമുള്ളവരുടെ എണ്ണം കൃത്യമായി കൺസോൾഡേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ ഈ രോഗത്തെ ട്രാക്ക് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്, അല്ലേ? അതെ അതെ അതെ. അത് ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിങ്ങനെ നീണ്ടു മുമ്പോട്ട് പോകുന്നതോറും നമ്മൾ വിവിധ പകർച്ചവ്യാധികളെ എമർജൻസി സ്റ്റൈലിൽ കൈകാര്യം ചെയ്ത് നമ്മൾ യുദ്ധകാല അടിസ്ഥാനത്തിലാണ് എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. ഇപ്പോൾ തന്നെ ജില്ലയിൽ അതിനുള്ള പൂർണ്ണ സംവിധാനങ്ങൾ എല്ലാ ജില്ലകളുമുണ്ട്. പണ്ടത്തേക്കളൊക്കെ വളരെ ഷാർപ്പായിട്ടും ഫോക്കസ്ഡ് ആയിട്ടും വർക്ക് ചെയ്യുന്ന മെഡിക്കൽ ടീമുണ്ട്. ഒരു IDSP എന്ന് പറഞ്ഞ ഇത് രോഗങ്ങളെ നേരത്തെ ഡിറ്റക്ട് ചെയ്യുകയും ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കുകയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുന്നതൊക്കെ സിസ്റ്റംസ് നമുക്കുണ്ട്. അപ്പോൾ സർവൈലൻസ് എന്ന് പറഞ്ഞ സിസ്റ്റം, പര്യവേഷണ സിസ്റ്റം വളരെ ഷാർപ്പായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പണ്ടത്തെക്കാളും നേരത്തെ ഇത് കണ്ടുപിടിക്കാനും വേണ്ട നടപടികൾ വ്യക്തിപരമായിട്ടും അല്ലെങ്കിൽ പൊതുജന സ്കെയിലിൽ ചെയ്യാനുമുള്ള കാര്യങ്ങൾ കേരളം വളരെ സജ്ജമാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് തന്നെ ഒരു മാതൃകയായിട്ടുള്ള രീതിയിലാണ് കേരളത്തിലെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം വർക്ക് ചെയ്ത് അത്രയും മോർ ആൻഡ് മോർ ഷാർപ്പായി നമ്മുടെ എക്സ്പീരിയൻസ് എല്ലാം ഇതിനകത്ത് പോവുകയാണ്. നമ്മുടെ ഡോക്ടർമാർ, ഹെൽത്ത് ഫീൽഡ് ജീവനക്കാർ, നഴ്സസ്, അങ്ങനെ എല്ലാ കാറ്റഗറി ആശാപ്രവർത്തകർ എല്ലാവരും വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഫോക്കസോട് കൂടിയാണ് കേരളത്തിൽ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് മറ്റ് സ്ഥലത്തുള്ളതിനേക്കാളും നല്ല രീതിയിലുള്ള പ്രതിരോധം നമുക്ക് ഇതിന് മൗണ്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഒരു വസ്തുത. അതിന് നല്ല കോൺഫിഡൻസ് ഉണ്ടല്ലോ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.